നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. നിനക്ക് ആ യോഗം ഉള്ളതുകൊണ്ടാ കൂടുതലൊന്നും പറ്റാതെ മനോഹരൻ ഇങ്ങനെ കിടക്കുന്നത്. അല്ലായിരുന്നെങ്കിലേ എപ്പോഴേ അവൻ പോയേനെ. ആ യോഗത്തിന്റെ കടക്കലല്ലേ നീ ഇപ്പൊ കത്തിവെച്ചത്? സംഭവിച്ചു പോയി അമ്മേ. ഞാനിനി എന്ത് ചെയ്യും? എന്ത് ചെയ്യാനാ? മനോഹരന് അസുഖമൊക്കെ മാറി എണീക്കുമ്പോ അവനെ കൊണ്ട് തന്നെ ഒരിക്കൽ കൂടി താലി കെട്ടിക്കാം. അത് നിങ്ങളുടെ വിവാഹ വാർഷികത്തിന്റെ അന്ന്. അങ്ങനെ ചെയ്താ മതിയല്ലേ? ഇനി അങ്ങനെയല്ലേ പറ്റൂ. പോയത് പോയില്ലേ. ദേ ഇനിയെങ്കിലും ഇത്ര മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കണം. അല്ലെങ്കിലേ നമുക്കിപ്പോ സമയദോഷം. അതിന്റെ ഇടയിൽ കൂടി മറ്റുള്ളവർക്ക് പറഞ്ഞു ചിരിക്കാനുള്ള വക കൂടി ഉണ്ടാക്കി കൊടുക്കണോ? ഞാൻ ശരത്തിനെ പുറത്തിറക്കുന്നതിനെ കുറിച്ച് മാത്രമേ ആലോചിച്ചുള്ളൂ അമ്മേ. അമ്മ പറയുമ്പോഴാ ഞാൻ ചെയ്തത് തെറ്റായി പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. ഇനി ഇത്തരം അബദ്ധങ്ങള് ഞാൻ ആവർത്തിക്കില്ല അമ്മേ. ശരത്ത് ഇപ്പൊ പുറത്തു വരും. ഇന്നല്ലെങ്കിൽ നാളെ മനോഹരേട്ടന്റെ അസുഖവും ഭേദാവും. അന്ന് ഞാൻ ചെയ്തത് ശരിയായിരുന്നു എന്ന് എല്ലാവരും പറയും. അന്ന് എനിക്ക് സമാധാനം കിട്ടും. അതൊക്കെ പോട്ടെ. അവൻ എപ്പോഴാ വരിക ശരത്ത്? എത്തേണ്ട സമയമായി. ഞാനും അത് തന്നെയാ നോക്കി നിൽക്കുന്നത്. ചന്ദ്ര വിളിക്കാൻ പോയിട്ടുണ്ട്. ദേ അവരെത്തി. അമ്മ വാ. അവിടെ നിൽക്കേ. പാർവതി ഒന്ന് വേഗം ആവട്ടെ. വല്ല ദോഷങ്ങളും പറ്റിയിട്ടുണ്ടെങ്കിൽ അതങ്ങ് പോട്ടെ. ഇതുപോലൊരു അമ്മയെ കിട്ടിയതുകൊണ്ടാ ഇപ്പൊ ശരത്തിന് പുറത്തിറങ്ങാൻ പറ്റിയത്. സ്വന്തം താലിമാല വരെ ഊരി വിറ്റിട്ടാ ശരത്തിന് പുറത്തിറങ്ങാനുള്ള പണം അമ്മ ഉണ്ടാക്കിയത്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ലെന്ന്. പോയത് പോട്ടെ. അതിനെക്കാട്ടിലും വലിയൊരു മാല ഞാൻ അമ്മയ്ക്ക് വാങ്ങിത്തരും. അതൊന്നും വേണ്ട മോനെ. നീ വന്നല്ലോ, അമ്മയ്ക്ക് അത് മതി. മുത്തശ്ശി എന്താ ഉണ്ടായിരിക്കുന്നത്? മുത്തശ്ശിയുടെ പ്രാർത്ഥന മുത്തശ്ശി എന്നെ പുറത്തിറക്കിയത്. കല്യാണം മുടങ്ങി, അതിലെനിക്ക് സങ്കടമുള്ളൂ. ഇനിയിപ്പൊ അതിനെ കുറിച്ച് ഓർത്തൊന്നും വിഷമിക്കണ്ട. ഒരു കാലക്കേടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു പോയി എന്നങ്ങ് വിചാരിച്ചാ മതി. കാലക്കേട് വരുത്തി വെച്ചവള് ഈ വീട്ടിനുള്ളിൽ തന്നെ സുഖമായിട്ട് കഴിയല്ലേ മുത്തശ്ശി? കള്ളപ്പരാതി കൊടുത്ത് ശരത്തിനെ അകത്താക്കി. നഷ്ടം പറ്റിയതാർക്ക്? പാവം നെറ്റിക്ക്. നിങ്ങളായതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനത്ത് വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വീട്ടിലൊരു കൊലപാതകം നടന്നേനെ. ഞങ്ങള് പാവങ്ങളാ മോളെ, ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഇനി ആ സങ്കടം വേണ്ട. ഞാനും വിഷ്ണു ഉണ്ട്. സിദ്ധുവിനെക്കാളും മികച്ച വക്കീലാണ് വിഷ്ണു എന്ന് ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. ഇനിയെല്ലാം വിഷ്ണു നോക്കിക്കോളും. കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ലേ മോളെ? സംശയം എന്താ? അമ്മ ധൈര്യമായിട്ടിരിക്കെ. ശരത്തിനൊന്നും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. എനിക്കെതിരെ ഒരു തെളിവുമില്ലമ്മേ. ആ സിദ്ധു വക്കീലിന്റെ സ്വാധീനം, അതുകൊണ്ട് മാത്രമാ എന്നെ ഇപ്പൊ പോലീസ് പിടിച്ചത്. അവരെല്ലാം കൂടി എന്നെ മുന്നീന്നും പിന്നീന്നും കുത്തി. ദേവിക അവളാ എല്ലാം ചെയ്തത്. ശരത്തിനെ ഒരിക്കലും പുറത്തിറക്കാൻ പറ്റില്ലെന്നായിരുന്നല്ലോ അവള് പറഞ്ഞത്. അത് നടന്നോന്ന് എനിക്ക് അവളോടൊന്ന് ചോദിക്കണം നേരിട്ട്. മോൻ വാ. നിത്യ കണ്ടില്ലല്ലോ അമ്മേ.
ഞാൻ കരുതിയത് എന്നെ സ്വീകരിക്കാൻ വീടിന്റെ മുറ്റത്ത് തന്നെ കാണുമെന്നായിരുന്നു. അവള് നല്ല സങ്കടത്തിലാ മോനെ.